വിപ്ലവാനന്തരം അധികാരത്തിലെത്തിയ ഇസ്ലാമിക പാർട്ടികളുടെ നേതാക്കൾ പങ്കെടുത്ത ചർച്ച ദോഹ ഫോറത്തിൽ ശ്രദ്ധേയമായി. മതവും രാഷ്ട്രീയവും തമ്മിൽ വേർതിരിക്കുന്ന രീതി ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് ഫോറം വിലയിരുത്തി. ഈജിപ്തിലെ ഇഖ്വാൻ മുസ്ലിമൂൻ്റെയും തുനീഷ്യയിലെ അന്നഹ്ളയുടെയും പ്രതിനിധികളായിരുന്നു ചർച്ചയിലെ പ്രമുഖ ക്ഷണിതാക്കൾ. പാനലിൽ ബഹ്റൈനിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ അൽ വഖാഫ് നാഷണൽ ഇസ്ലാമിക് സൊസൈറ്റിയുടെ പ്രതിനിധിയും ഉണ്ടായിരുന്നു. ഈജിപ്തിലെയും തുനീഷ്യയിലെയും ഭരണത്തിൽ ഇസ്ലാമിക സാന്നിധ്യമായിരുന്നു ചർച്ചയിലെ പ്രധാന വിഷയം. വിപ്ലവാനന്തരം രാജ്യം വീണ്ടും സ്വേച്ഛാധിപത്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ലേ എന്ന ചോദ്യത്തിന് ജനുവരി 25-ന് ഈജിപ്തിലുണ്ടായ വിപ്ലവം രാജ്യത്തെ അപകർഷതാബോധത്തിൽ നിന്ന് മാറ്റിയെന്നും ഇസ്ലാം ഒരു പ്രത്യേക രാഷ്ട്രീയധാരയ്ക്ക് പകരം ധാരാളം മൂല്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഈജിപ്തിലെ ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടിയുടെ ഔദ്യോഗിക വക്താവ് അബ്ദുൽ മൗഹൂദ് ദർഗെ പറഞ്ഞു. ഈ ഇസ്ലാമിക മൂല്യങ്ങൾക്ക് തടസ്സമാണ് സ്വേച്ഛാധിപത്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുനീഷ്യൻ ഭരണഘടന ഇസ്ലാമിക മൂല്യങ്ങളിൽ അധിഷ്ഠിതവും നീതിയും സമത്വവും അംഗീകരിക്കുന്നതുമാണെന്നും സ്വേച്ഛാധിപത്യം തടയുന്നതിനുള്ള നിയമം പ്രത്യേകമായി നിർമ്മിക്കുമെന്നും അന്നഹ്ളയുടെ വനിതാ പ്രതിനിധി അമൽ അസോസ് പറഞ്ഞു. റമീസ് ചാത്തിയാറ, മീഡിയ 1, ഖത്തർ.